അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നടക്കാതെ പോയിട്ടുണ്ടാവാം. അതൊക്കെ നടക്കണം എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, അതൊക്കെ നടക്കാനുള്ള ഒരു ചെറിയൊരു നിധി എന്ന രീതിയിൽ ഒരു സ്വലാത്തിനെ പറ്റി പറയാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിത്യമാക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഗുണം എങ്ങനെയാണ് ലഭിക്കുക എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് തള്ളിക്കളഞ്ഞ കാര്യത്തിൽ വരെ നിങ്ങൾക്ക് ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ വരെ ഈ ഒരു സ്വലാത്ത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഹ്ലിക വൽ ഹാത്തിമി ലിമാ സബഖ നാസിറുൽ ഹക്കി ബിൽ ഹക്കി വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വ അലാ ആലിഹി ഹക്ക ഖദരിഹി വ മിഖ്ദാരിഹിൽ അലീം. ഇത് ഫസ്റ്റായിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് കുറച്ചൊരു ടഫ് പോലെ ഉണ്ടാവും, ഒരു കാഠിന്യം പോലെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സ്ഥിരമായി ഒറ്റൊരു വട്ടെങ്കിലും ദിവസവും ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബൈഹാർട്ടായിക്കോളും. നമ്മൾ ആദ്യമൊക്കെ എല്ലാ സ്വലാത്തുകളും അങ്ങനെ നാര്യത്ത് സ്വലാത്തൊക്കെ ഫസ്റ്റ് ചൊല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി നമ്മളെ വായിലേക്ക് വന്നിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, അടക്കപ്പെട്ടവയെ തുറന്നു തരുന്നവരും മുൻകടന്നവയെ അവസാനിപ്പിച്ചവരും സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുന്നവരും നിന്റെ നേരായ പാതയിലേക്ക് നയിക്കുന്നവരുമായ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരുടെ മേൽ അവിടുത്തെ സ്ഥാനത്തിൻ്റെ തോതനുസരിച്ചും അവിടുത്തെ മഹത്തായ പദവിയുടെ അനുസരിച്ചും നീ ആദരവോടു കൂടിയുള്ള അനുഗ്രഹം ചൊരിയണമേ. അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും ചൊരിയണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ തവക്കുൽ ചെയ്തുകൊണ്ട് ഈ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നതാണ് പടച്ച റബ്ബ്. ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നിങ്ങൾ 100 തവണ നിയ്യത്താക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് നിങ്ങൾ തവക്കുൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു തആലയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ടും ഈ ഒരു സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും എൻ്റെ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ എന്നോ, അല്ലെങ്കിൽ എൻ്റെ പ്രയാസം നീ മാറ്റിത്തരണേ എന്നോ ദുആ ചെയ്ത് നിങ്ങളുടെ ദുആ എന്താണോ, നിങ്ങളുടെ കാര്യം എന്താണോ അതിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു തആലയിൽ വിശ്വസിച്ചുകൊണ്ട് തവക്കൽ ചെയ്തുകൊണ്ട് ഉറച്ച വിശ്വാസത്തിൽ എന്താണോ നിങ്ങൾ ചൊല്ലുന്നത് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കാണാതിരിക്കുകയില്ല. ഇത് അത്രയും മഹത്വാക്കപ്പെട്ട ഒരു സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവർത്തിച്ച് ഒരു ഫസ്റ്റ് 2 തവണ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രയാസം ഉണ്ടാകും. അത് 2-3 തവണയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള സ്വലാത്തുകളും ഇങ്ങനെയുള്ള ദിക്റുകളും ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചു വാങ്ങിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള വീഡിയോയ്ക്കായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.